സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയും വിളിച്ച് പാട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങൾ ഞാൻ കാറിൽ പോയപ്പോൾ ഞാൻ കാറിൽ പ്രൊഡ്യൂസറുടെ കാറിൽ പോയപ്പോൾ ആ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഈ ഭക്തിഗാനങ്ങളിൽ ദാസേട്ടന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഏക ഗായകൻ MG ശ്രീകുമാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ വിളിച്ച് ശ്രീകുട്ടനെ അറിയിച്ചു. സത്യമാണ്. കാരണം വെച്ചാൽ ഒരു നമുക്ക് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ മനോധർമ്മമുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് ആ ഭക്തിഗാനം കുറേ നേരം ഇട്ടിട്ടേ പിന്നെ സിനിമ പാട്ടുകളിലേക്ക് പോകാറുള്ളൂ. ചിലരാണെങ്കിൽ ആദ്യമേ ഒരു സെൻസും ഇല്ലാതെ ആദ്യം കയറി ഉടനെ മരണം വാതിൽ എന്നിട്ട് കഴിഞ്ഞിരുന്ന ആദ്യം കയറുമ്പോ തന്നെ ആലോചിച്ച് കഴിഞ്ഞു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഇവിടെ നമ്മുടെ ശരത്തിനെ കൊണ്ടുവരുന്ന കാറില് എന്റെ ഒരു ആരാധകനാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹം ഇടുന്ന ഒരു 25 പാട്ട് എന്റെ. അവസാനം 3ാമത്തെ ദിവസം ശരത്തി ചോദിച്ചു, ഈ പാട്ടേ ഉള്ളൂ, ഒരൊറ്റ പാട്ടും ഇല്ല. ഈ ഭക്തിഗാനം, അയ്യപ്പ ഭക്തിഗാനം മാത്രമേ ഉള്ളൂ ആ കാറിൽ. അപ്പം ഇതുപോലെ വിളിച്ചതിന് ഒരുപാട് നന്ദി. വളരെ സന്തോഷം, വളരെ സന്തോഷം. കാരണം ശ്രീകുട്ടന്റെ സാന്നിധ്യം എന്ന് പറയുന്ന ഇത്തരം ഷോകളില് ശ്രീകുട്ടൻ ഇന്നും എന്താ പറയാ ഒരു ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണ്. അല്ല, MGയുടെ കാര്യം ഞാൻ പൊതു സ്റ്റേജിൽ പറയുന്നത് അറിയാം. പാട്ടും പറച്ചിലും ഒന്നിച്ച് സംഗമിക്കുന്ന ഏക സംഗീതജ്ഞനാണ്. അതെ 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 അതെ. നമ്മുടെ സാംബശിവന്റെ കാര്യം സ്പോക്കൺ വേർഡ് കാണും, മ്യൂസിക് കാണത്തില്ല, മ്യൂസിക് കാണും, സ്പോക്കൺ കാണത്തില്ല. അല്ല മാത്രമല്ല കുറെ പാട്ട് പാടി കേട്ടോ. അതാണ് എന്റെ പ്രശ്നം. അപ്പോഴാണ് ഞങ്ങള് തമ്മിലുള്ള പ്രശ്നം ഉദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ജഗദീഷിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു മഞ്ഞുകുട്ടികൾ തന്നെ ഒരു 4 വരി പാടിക്കോട്ടെ. കാരണം ഞാനിവിടെ ജഗദീഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജഗദീഷിനെ ഒന്ന് പാടി കേൾപ്പിക്കണം തീരുമാനിച്ചു. കാരണം ഞാൻ രാജാമണിയാണ് മ്യൂസിക്. വെൽക്കം ടു കൊടൈക്കനാൽ എന്നുള്ള ചിത്രത്തില് ജഗദീഷിന് വേണ്ടി എല്ലാ പാട്ടുകളും പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. രാജാമണി സാറിന്റെ സംഗീതം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ. പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാൻ ഉറങ്ങി അലസ സരസ സുഖദ ശയനം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ. പ്രിയങ്കരങ്ങളെ നിറങ്ങൾ പാടുമീ നിറഞ്ഞ വേളയിൽ. പാട്ട് തന്നെയല്ലേ? അതെ, ഓക്കെ, അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ, അപ്പൊ അതിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം മറ്റേ നമ്മൾ തമ്മിൽ ഒരു ഷോയിലിരുന്നല്ലോ കുറെ കാലം. അങ്ങനെ അതിലിരുന്ന് ഞങ്ങൾ ഇൻട്രോ ഗാനം പാടാൻ തുടങ്ങി. അങ്ങനെ പാടി 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 എന്നെ വെട്ടി. അല്ല, ഗുരുവല്ലേ, എനിക്ക് പറഞ്ഞുതരും കേട്ടോ, എനിക്ക് പറഞ്ഞുതരും കാര്യങ്ങൾ. ഈ അന്നത്തെ മ്യൂസിക് ഡയറക്ടറായിട്ട് കീബോർഡിസ്റ്റ് രാജൻ ഒരുപാട് എന്നെ തിരുത്തിയിട്ടുണ്ട്. അതിൽ ശ്രീകുട്ടൻ പറഞ്ഞൊരു എളുപ്പ വഴികൾ അത് ജഗദീഷേ, അത് ഇവിടെ കുറച്ചൊന്ന് ആരോഹണം അവരോഹണം. ഇവരുടെ പ്രോഗ്രാം കണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് സ്വരസ്ഥാനം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു അധ്യാപകരാണ്. ഇപ്പം പറയുന്ന ആള് മാത്രമല്ല. അല്ല, അതിന്റെ ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ സോണി TV ഒക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാലേ ഇപ്പൊ ഈയിടെ ഒരാൾ യൂട്യൂബിൽ ഒരു സന്ദേശം അയച്ചാൽ എനിക്ക്, അതായത് നമ്മുടെ പയ്യന്മാരൊക്കെ കൊച്ചുങ്ങളൊക്കെ അവിടെ പോയിട്ട് സോണിയിൽ തകർത്തോണ്ടിരിക്കുക, ഹിന്ദി പാട്ടൊക്കെ കിടിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അവർക്ക് എവിടെയാ ട്രെയിനിങ്, എവരാണ് ട്രെയിൻ ചെയ്ത് കാര്യം ഉഗ്ര ഒരു സാധനത്തിന് അങ്ങോട്ട് അയച്ചു. നമ്മള് സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജ് പറയാറുണ്ടല്ലോ, അടിച്ചു മാറ്റുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഏത് രീതി സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ കൊണ്ടുപോയി ചുമ്മാ അങ്ങ് പാടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, മാത്രമല്ല ഈ പാട്ട് പാടാൻ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചങ്കൂറ്റം ഉണ്ടായത് ഇവർ തന്ന കോൺഫിഡൻസ് കാരണമാണ്. അത് കാരണം ഏത് പാട്ടും ഞാൻ ചിലപ്പോൾ പാടും. ഇതിപ്പോ ഒരു 2 വരി കേൾക്കും. മെഹലൗദാസർ ഗലിയാ സോനി മെഹലൗദാസ് और गलियां सुनी महलउदास रे महलउदास महलउदास
गलियां കൈവിട്ട് പോയേന്. ഇത് മുഹമ്മദ് റാഫിയുടെ അദ്ദേഹത്തിന്റെ പാട്ടാണ്. പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യവും പിന്നെ ഒരു വേറെ കാര്യമുണ്ട്, ബേസിക് ആയിട്ടൊരു ജ്ഞാനമുണ്ട്. അതില്ലേ ഒന്നും പറ്റില്ല. താളം, ജ്ഞാനം, പിന്നെ അതിന്റെ മേളിൽ ചങ്കുറ്റം ആകാമല്ലോ. അതെ 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 അല്ല, എനിക്ക് ഇവരോടുള്ള സ്നേഹവും ബഹുമാനവും എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ജീവിതത്തിൽ, ഈ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, ചെറിയ ചെറിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മറക്കുന്നത് ഈ സംഗീതവുമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴാണ്. ശ്രീകുട്ടൻ്റെ പാട്ട് കേട്ടായിക്കോട്ടെ, ദാസേട്ടൻ്റെ പാട്ട്, ജയേട്ടൻ്റെ പാട്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ റഫീ സാബിന്റെ, കിഷോർ ദായുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് അറിയാം. ഇന്ത്യ വിദ്വാനാ. അല്ല എം ജി, ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ പാട്ടിനെ എങ്ങനെ ഒറ്റ വരിയിൽ വിലയിരുത്തി? അല്ല, നന്നായിട്ട് പാടും. അല്ല, അതിന് വേണമല്ലോ ഒരു ചങ്കൂറ്റം. ചങ്കൂറ്റത്തിന് വേണം ഒരു ചങ്കൂറ്റം. അതായത് ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, അതായത് എനിക്ക് പാടാം എന്നുള്ള കോൺഫിഡൻസ് മാത്രമല്ല, പാടിയൂടെ? ഇല്ല, അത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. അത് സിനിമയിൽ വരെ പാടിയ ഒരു ഗായകനാണ്. അതെന്തായാലും അത് പാടിക്കാൻ മറന്നുപോയി. അതെന്തായാലും ഇപ്പൊ പാടാം. അപ്പൊ നമുക്ക് എത്ര പാടാൻ കഴിവുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു കുട്ടി പാടി, ജാൻവി എന്നൊരു കുട്ടി പാടി. ആ കുട്ടിക്ക് നന്നായിട്ട് പാടാൻ സാധിക്കും. പക്ഷേ അനുപല്ലവി കുറച്ച് ഷാറ്റേഡായി. ചരണം നന്നായിട്ട് പാടി. ദാറ്റ് മീൻസ് അനുപല്ലവിന്റെ ആണല്ലോ ചരണം, സെയിം ട്യൂൺ ആണല്ലോ. അപ്പൊ ആ കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. പക്ഷെ ജഗദീഷിന് ഓവർ കോൺഫിഡൻസ്. അതായത് ഞാൻ പാടും, ഫലിപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. വേണമെങ്കിൽ കേട്ടോ, അത് ഒപ്പിച്ചിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കുറച്ചല്ല, നമ്മൾ പാടിയിരിക്കും. അതായത് തൊട്ട് കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു സ്പ്രിങ് ആണ്. അത് പിന്നെ അതങ്ങ് തെറിപ്പിക്കും. വേണമെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് അല്ല, നേരത്തെ ഉള്ള പാട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാട്ടുണ്ട്. അത് ഉഗ്രം പാട്ടാണ്, എസ്.പി. വെങ്കടേഷ് സാറിന്റെ. കൊക്കും പൂഞ്ചിറകും മൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം വനചാരുതേ വരുചാരണീ. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം വനചാരുതേ വരുചാരണീ. അസലായിട്ട് പാടി. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പൊ എനിക്കിപ്പോ അന്ന് പേടിയുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഞെട്ടിപ്പോയി. എനിക്ക് പേടിയുള്ള ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. കാരണം ഇനി ജഗദീഷ് ഇനി പിന്നണി ഗാനരംഗത്തേക്ക് അങ്ങനെയൊന്നും ദൈവം നമ്മളാക്കൂല. ദൈവത്തിന് സത്യം അറിയാം.